8:30 ഞാൻ ഭയങ്കര തീറ്റ കേട്ടോ. ഞാൻ മാത്രം ചേച്ചിയുണ്ട്, അതുകൊണ്ട് ശരീരത്തിൽ കാണുകൊണ്ട് തിന്നുന്നതുകൊണ്ട് തന്നെ അന്നേരം 8:30 ആയി കാണുന്ന സമയം. അന്നേരം അമ്മച്ചി പറഞ്ഞു ഒന്നുമില്ല കഴിക്കാൻ വേണ്ടി, എന്തായാലും കൊണ്ടുപോയി അങ്ങനെ വെച്ച് ഫുഡ് ഓർഡർ ചെയ്യാം, എന്നാൽ പൊറോട്ടയും ബീഫും മേടിക്കാമെന്ന് കരുതി കേട്ടോ. അന്നേരം ചേച്ചി പറഞ്ഞു നീ ഓർഡർ ചെയ്യുന്നുണ്ട്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചോദിച്ചപ്പോൾ പൊറോട്ടയും ബീഫും തന്നെ. കൊള്ളാമല്ലോ. അതെന്നെ കാത്തിരിപ്പിൽ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. എനിക്ക് വിശക്കുന്നു എന്നൊക്കെ അറിയാതെ സുഖിയില്ല. ചേട്ടനെ നോക്കിയിട്ടാണെങ്കിൽ സൊമാറ്റോയുടെ ചേട്ടനെ ഒക്കെ കാണുന്നുണ്ട്. കുറേ നേരം കാത്ത് ഞാൻ ചേട്ടനെ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാനാണ് പോയി മേടിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഒരു വട്ടം ഒരാൾ പോയി അടുത്ത ആൾ കൂടാം, അങ്ങനെയായിട്ട് ഞങ്ങൾ 3 മാറി ഞാൻ ഫുഡ് മേടിക്കാൻ പോകുന്നത് ഓർഡർ ചെയ്യുന്ന സമയങ്ങളിൽ. അങ്ങനെ പൊറോട്ടയും ബീഫും കിട്ടിയ സന്തോഷത്തിന് ഓടിപ്പിടിച്ച് വരും കേട്ടോ. അത് കിട്ടിയാൽ എനിക്ക് എന്ത് കൊണ്ടോ സൊമാറ്റോ സ്വിഗ്ഗിയുടെ സ്റ്റിക്കറായിട്ടാണ് ഒട്ടിച്ചിരുന്നത്, എന്തെന്ന് എനിക്കറിയത്തില്ല. പൊറോട്ടയും ബീഫും കിട്ടിയത്, പൊറോട്ടയും ബീഫും കഴിച്ചപ്പോൾ അവിടെ തൃപ്തി കിട്ടിയത്. സത്യം പറഞ്ഞാൽ ആ വിശപ്പ് അത്രയും നേരം കാത്തിങ്ങനെ ഇരുന്നാൽ അന്നേരം ഇപ്പോൾ എൻ്റെ കോലം നിങ്ങൾ നോക്കേണ്ട കൂത്തരായിട്ടാണ് ഇരിക്കുന്നത്. തിന്നപ്പോൾ തീറ്റയിലായിരുന്നു, നമ്മൾ അങ്ങനെ വേറെ നോക്കത്തില്ലല്ലോ, തിന്നാൽ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ.